ഇന്ന് ഈസി ആയിട്ട് ഒരു മട്ടൺ സൂപ്പ് ഉണ്ടാക്കാം. ഞാൻ യൂട്യൂബിൽ നിന്ന് തന്നെ റെഫർ ചെയ്ത ഒരു റെസിപ്പി വെച്ചിട്ടാണ് അത് ഉണ്ടാക്കി നോക്കിയത്. നല്ല ടേസ്റ്റിയാണ്, നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഞാനിത് കുക്കർ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. കുക്കർ ആകുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുക. ഇതിലൊരു 1/2 kg മട്ടനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/2 kg മട്ടൺ എന്ന് പറയുമ്പോൾ അതിൽ വിത്ത് ബോണാണ് ബെറ്റർ. അതിൽ കൂടുതൽ ബോണാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും, നല്ലൊരു ടേസ്റ്റ് വരും അതിൻ്റെ. 1/2 kg മട്ടൺ കഴുകിയിട്ടിടുക. എന്നിട്ട് അതിന് ശേഷം അതിൽ 1 ടേബിൾ സ്പൂൺ മല്ലി, പച്ചമല്ലി ഇടുക. അത് മല്ലി ഇല്ലെങ്കിൽ മല്ലിപ്പൊടി ഇടാം, പക്ഷെ മല്ലിയാണ് കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ അതേപോലെ ഒരു 2-3 ഗ്രാമ്പൂ, 2-3 ഏലക്ക, പിന്നെ ഒരു കറുവപ്പട്ട, പിന്നെ ഒരു ബേ ലീഫ്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ കയ്യിൽ ഉണ്ടെങ്കിൽ അതിടാം. പിന്നെ അതേപോലെ കുറച്ച് പെപ്പർ ക്രഷ് ചെയ്തിട്ട് ഇടണം. ഒരു 10-15 പെപ്പർ ഒന്ന് ചതച്ചിട്ട് ഇടുക, അതാണ് ബെറ്റർ. ഫുള്ളായിട്ട് ഇടണേൽ ഒന്നൊന്ന് ക്രഷ് ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടെ നന്നായിട്ട് കിട്ടും. പിന്നെ അതേപോലെ ജീരകം, പെരുംജീരകം കൊടുക്കണം, ചെറിയ ജീരകം കൊടുക്കണം. ഇത് രണ്ടും ഓരോ ടീസ്പൂൺ വീതം ആഡ് ചെയ്യുക. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ചെറിയുള്ളിയാണ് ഞാൻ ചേർക്കുന്നത്. ചെറിയുള്ളിക്കാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. സവാള വേണമെങ്കിലും ചേർക്കാം, ചെറിയുള്ളിയാണ് ഹെൽത്തി ബെനിഫിറ്റും കുറച്ചുകൂടെ കൂടുതൽ. ഞാനൊരു ഓൾമോസ്റ്റ് 25 ചെറിയുള്ളി ചേർത്തിട്ടുണ്ട്, മീഡിയം സൈസ്. ഒരു 10 ഗാർലിക്ക്, പിന്നെ അതേപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു വിരലിൻ്റെ വലുപ്പത്തിലുള്ള ഒരു കഷ്ണം, ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി. പിന്നെ അതിലേക്ക് 2 പച്ചമുളക് കീറിയിടുന്നുണ്ട്. എന്നിട്ട് ഇതിൽ നമ്മൾ കുക്കറിൽ ഒരു വിസിൽ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ടും അതിനുശേഷം ഒരു 10 വിസിലോളം മീഡിയം എന്ന് പറയുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ടും ഒരു 10 വിസിലടുപ്പിക്കുക. അതിനുശേഷം ഒന്ന് ആറാൻ വയ്ക്കുക. ആറാൻ വെച്ചതിന് ശേഷം കുക്കർ തുറക്കുക. കുക്കർ തുറന്നിട്ട് നമ്മൾ വീണ്ടും അതൊന്ന് കത്തിക്കണം. കത്തിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്ന സമയത്ത് ആ നേരത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ ആ ഉള്ളിയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ട് നല്ല ടേസ്റ്റ് വരും കേട്ടോ. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തിളച്ചോട്ട് അവിടെ കിടന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് താളിച്ചിടാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യും അതേപോലെ തന്നെ ഒരു 5 ചെറിയുള്ളിയും കൂടെ ഞാൻ അഡീഷണൽ ആഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ചെറിയുള്ളിയും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ അതൊന്ന് നന്നായിട്ടൊന്ന് ആവുന്ന സമയത്ത് ഇതിലോട്ട് ആഡ് ചെയ്യുക, തിളച്ചയിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് തിളച്ചോട്ടെ. കുറച്ച് നേരം കൂടെ തിളയ്ക്കുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുന്നതിനനുസരിച്ച് അത് ഫുള്ളായിട്ട് മിക്സ് ആവും കേട്ടോ, മിക്സ് ആവും. എന്നിട്ട് അതിന് ശേഷം മല്ലിയില വേണമെങ്കിൽ ഇടാം. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനിത് ഇട്ടിട്ടില്ല. മല്ലിയിലയും കൂടെ ഒന്ന് ഇട്ടിട്ട് കുറച്ചൊന്ന് ആറിയിട്ട്, അതായത് ചെറിയൊരു ചൂടിൽ ഇത് കുടിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്, സൂപ്പറായിരിക്കും. ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് നമ്മൾ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്കിതിൽ 1 ലിറ്റർ വെള്ളം ആട്ടോ ഒഴിച്ചത്, ഞാനത് പറയാൻ മറന്നുപോയി. 1 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടാണ് അത് വേവിച്ചെടുത്തത്. ഇതൊരു 3-4 പേർക്ക് സെർവ് ചെയ്യാനുള്ളത് ഉണ്ടായിരിക്കും കേട്ടോ ഈ 1/2 kg മട്ടണിൽ. ഇത് നമ്മൾ ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് വെച്ചാൽ 2 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് അത് 1 ലിറ്റർ വെള്ളം ആവുന്ന വരെ നമ്മളൊന്ന് കുറുക്കി എടുക്കേണ്ടി വരും. അത് ഓൾമോസ്റ്റ് ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂറോളം അത് ടൈം എടുക്കും. കുക്കറിലാണ് ഈസി ആയിട്ട് ഉണ്ടാവുക. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.